ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ ജീതു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജിഞ്ചൈവൈറ്റിസ് ആണ്. ജിഞ്ചൈവൈറ്റിസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സും നമ്മൾ കവർ ചെയ്യും. എൻ്റെ റെഫറൻസ് കറൻസ് 13th എഡിഷനാണ്. പ്രസൻറ്റേഷനിലോട്ട് പോവാം. സോ നമുക്കറിയാം ജിഞ്ചൈവൈറ്റിസിനെ 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് 1, 2, 3 and 4. അതിൽ സ്റ്റേജ് 1 ജിഞ്ചൈവൽ ഇൻഫ്ലമേഷൻ ഇസ് കോൾഡ് ദി ഇനിഷ്യൽ ലീഷൻ. ഇനിഷ്യൽ ലീഷനിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? വാസ്കുലർ ചേഞ്ചസ് ആണ്. വാസ്കുലർ ചേഞ്ചസിൽ കാപ്പിലറീസ് ഡൈലേറ്റ് ആവുകയും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഡ്യൂ ടു ദ ആക്ടിവേഷൻ ഓഫ് ദ റെസിഡൻറ്റ് ലൂക്കോസൈറ്റ്സ് സബ്സിക്വൻ്റ് ആയിട്ട് എൻഡോത്തീരിയൽ സെൽസിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാകുന്നു. ഈ റെസ്പോൺസ് ടു ദ ബാക്ടീരിയൽ പ്ലോക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ക്ലിനിക്കലി നോക്കിയാൽ കാണാൻ പറ്റില്ല. സോ നമ്മൾ ജിഞ്ചൈവൈറ്റിസ് ആയിട്ടൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ദ പേഷ്യൻറ്റ് ഹാവ് ക്രോസ്ഡ് സ്റ്റേജ് 1 ബിക്കോസ് സ്റ്റേജ് 1 ഇസ് ഓൾവേസ് എ സബ് ക്ലിനിക്കൽ ജിഞ്ചൈവൈറ്റിസ്. നെക്സ്റ്റ് ഇസ് സ്റ്റേജ് 2. സ്റ്റേജ് 2 ഇൻഫ്ലമേഷൻ ഇസ് ദി ഏർലി ലീഷൻ. 1 week ആഫ്റ്റർ ബിഗിനിങ് ഓഫ് പ്ലാക്ക് അക്യുമുലേഷൻ ആണ് നമുക്ക് ഈ സ്റ്റേജ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലിനിക്കലി ജിഞ്ചൈവൈറ്റിസ് കാണാൻ പറ്റും. എറിത്തീമ വിൽ സ്റ്റാർട്ട് ടു അപ്പിയർ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് പ്രൊലിഫറേഷൻ ഓഫ് കാപ്പിലറീസ് ആൻഡ് കാപ്പിലറി ലൂപ്പ് ഫോർമേഷൻ. എറിത്തീമ മാത്രമല്ല, ബ്ലീഡിംഗ് ഓൺ റോഡിംഗ് ഇസ് ഓൾസോ എവിഡന്റ് ഇൻ ദ സ്റ്റേജ് 2 ഓർ ഏർലി ലീഷൻ. ഈ സമയത്ത് GCFൻ്റെ ഫ്ലോ കൂടും, പിന്നെ ട്രാൻസ്മൈഗ്രേറ്റിംഗ് ഗ്ലൂക്കോസൈഡ്സിൻ്റെ നമ്പർ കൂടും. ആൻഡ് ദ നമ്പർ റീച്ചസ് ദ മാക്സിമം ബിറ്റ്വീൻ 6 to 12 days ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് ക്ലിനിക്കൽ ജിഞ്ചൈവൈറ്റിസ്. സോ സ്റ്റേജ് 1 സബ് ക്ലിനിക്കൽ ഇൻഫ്ലമേഷൻ ആയിരുന്നു. വാസ്കുലർ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേജ് 2 വാസ്കുലർ ചേഞ്ചസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് ക്ലിനിക്കലി എവിഡൻറ്റ്. എറിത്തീമ കാണാൻ പറ്റും, BOP കാണാൻ പറ്റും, GCF ഫ്ലോ കൂടുന്നുണ്ട്. സെല്ലുലാർ ഇൻഫിൽട്രേറ്റ് കാണുമെന്ന് നമ്മൾ പറഞ്ഞു. ലുക്കോസൈറ്റിക് ഇൻഫിൽട്രേറ്റ് അറൌണ്ട് ദിസ് 70% ഓഫ് കൊളാജൻ ഡിസ്ട്രക്ഷൻ ഹാപ്പൻസ് ആൻഡ് ദ മെയിൻ ഫൈബർ ഗ്രൂപ്പ്സ് അഫക്റ്റഡ് വിൽ ബി സർക്കുലർ ആൻഡ് ഡെറ്റോജിഞ്ചൈവൽ ഫൈബർ അസംബ്ലീസ്. അപ്പോൾ ജിഞ്ചൈവൈറ്റിസ് വരുമ്പോൾ ആദ്യം ഡിസ്ട്രോയിഡ് ആവുന്ന ഫൈബർ ഗ്രൂപ്പ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് സർക്കുലർ ആൻഡ് ഡെൻഡോജിഞ്ചൈവൽ ഫൈബർ അസംബ്ലീസ്. അടുത്ത സ്റ്റേജ് 3 ഓർ ദി എസ്റ്റാബ്ലിഷ്ഡ് ലീഷൻ. സ്റ്റേജ് 3 ആകുമ്പോഴത്തേക്കും ജിഞ്ചൈവൈറ്റിസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഈ സമയത്തെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് പ്രിഡോമിനൻസ് ഓഫ് പ്ലാസ്മ സെൽസ് ആൻഡ് ബി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സും പ്ലാസ്മ സെൽസിനെയും കാണാൻ പറ്റും. ബി ലിംഫോസൈറ്റ്സ് ഇമ്യൂണോഗ്ലോബുലിൻ സെൽസ് ആയിട്ട് മെച്യൂർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പ്ലാസ്മ സെൽസ് എന്ന് പറയുന്നത്. പ്ലാസ്മ സെൽസ് വിച്ച് ഇമ്യൂണോഗ്ലോബുലിൻ ദേ പ്രൊഡ്യൂസ് ദ മോസ്റ്റ്? IgG1 ആൻഡ് IgG3. ഇതും ചോദിച്ചിട്ടുണ്ട്. IgG1 ആൻഡ് IgG3 ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. With chronic gingivitis, which occurs 2 to 3 weeks after plaque accumulation, blood vessels become engorged and congested. ഫസ്റ്റ് 2 സ്റ്റേജസിലും നമ്മൾ വാസ്കുലർ ഡയലറ്റേഷൻ ഒക്കെ കണ്ടു. സ്റ്റേജ് 3 എത്തിയപ്പോഴത്തേക്കും ഇത് ക്രോണിക് ജിഞ്ചൈവൈറ്റിസ് ആയി, ലോങ് സ്റ്റാൻഡിംഗ് ആയി. ബ്ലഡ് വെസൽസ് എല്ലാം കൂടെ engorged and congested ആയി. During this time, venous return will be impaired. Blood flow sluggish, slow ആയിട്ട് അനോക്സീമിയ ഉണ്ടാവും. This gives a bluish hue to the gingiva. സോ സ്റ്റേജ് 3 എസ്റ്റാബ്ലിഷ് ലീഷൻ്റെ സമയത്ത് മൈക്രോസ്കോപ്പിക്കലി നമുക്ക് പ്ലാസ്മ സെൽസിനെയും ബി ലിംഫോസൈറ്റ്സിനെയും കാണാൻ പറ്റും. പ്ലാസ്മ സെൽസ് IgG1 ആൻഡ് IgG3 പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ കൺജസ്റ്റഡ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് ഫ്ലോ സ്ലഗ്ഗിഷ് ആയിട്ട് ഒരു അനോക്സീമിയ ഉണ്ടാകുന്നുണ്ട് ബ്ലഡിന്. ദിസ് ഗിവ്സ് എ ബ്ലൂയിഷ് ഹ്യൂ ടു ദ ജിഞ്ചൈവ. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ജിഞ്ചൈവൈറ്റിസ് ലീഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോഡറേറ്റ്ലി ടു സിവിയർലി ഇൻഫ്ലെയിംഡ് ജിഞ്ചൈവ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പ്രിഡോമിനൻസ് ഓഫ് പ്ലാസ്മ സെൽസ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രൽ മ്യൂക്കോപോളിസാക്കറൈഡ് ലെവൽസ് വിൽ ബി ഡിക്രീസ്ഡ്. അതെന്തുകൊണ്ടാണ്? ബ്ലഡ് വെസൽസിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓൾസോ. ദർ ഇസ് ഡീഗ്രഡേഷൻ ഓഫ് ദ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആൻഡ് ദിസ് ലീഡ്സ് ടു എ റിഡക്ഷൻ ഓഫ് ന്യൂട്രൽ മ്യൂക്കോപോളിസാക്കറൈഡ്സ്. ഇനി ഒരു എസ്റ്റാബ്ലിഷ് ലീഷൻ ക്രോണിക് ലീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ദ ടൈം ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് എ ക്ലാസിക് എസ്റ്റാബ്ലിഷ് ലീഷൻ മേക്സ് ഇറ്റ് 6 months വരെയൊക്കെ എടുക്കാം. ഇനി 4ാമത്തെ സ്റ്റേജ് 4 ഓർ ദി അഡ്വാൻസ്ഡ് ലീഷൻ. ഈ സമയത്ത് എന്ത് സംഭവിക്കും? ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ലീഷൻ ഇൻ ടു ദ ആൽവിയോലാർ ബോൺ ഹാപ്പൻസ്. സോ ദിസ് ഇസ് ദ അഡ്വാൻസ്ഡ് ലീഷൻ ഓർ ഫേസ് ഓഫ് പെരിഡോണ്ടൽ ബ്രേക്ക് ഡൗൺ. സോ ആക്ച്വലി സ്പീക്കിംഗ് ഫസ്റ്റ് 3 സ്റ്റേജസ് മാത്രമാണ് ജിഞ്ചൈവൈറ്റിസ്. 4ാമത്തെ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ അത് പെരിഡോണ്ടൈറ്റിസ് ആയി. ഓക്കെ, പ്രസൻസ് ഓഫ് പ്ലാസ്മ സെൽസ് നമ്മൾ പറഞ്ഞു. സ്റ്റേജ് 3 അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ലീഷനിൽ പ്ലാസ്മ സെൽസ് ഡോമിനേറ്റ് ചെയ്യുമായിരുന്നു. ദസ് പ്ലാസ്മ സെൽസ് കണ്ടിന്യൂ ടു ഡോമിനേറ്റ് ദ കണക്റ്റീവ് ടിഷ്യൂ. ബട്ട് ജംഗ്ഷണൽ എപ്പിത്തീലിയലിലെ പ്രിഡോമിനൻറ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് സ്റ്റിൽ ദ ന്യൂട്രോഫിൽസ്. ന്യൂട്രോഫിൽസ് തന്നെയാണ് ഇപ്പോഴും ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിലെ പ്രിഡോമിനൻറ്റ് സെൽ. കണക്റ്റീവ് ടിഷ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ സെൽ ഇസ് ദ പ്രിഡോമിനൻറ്റ് സെൽ. അപ്പോൾ ഇതാണ് മൈക്രോസ്കോപ്പിക് ലെവലിൽ കാണുന്ന 4 സ്റ്റേജസ്. ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് പോകാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് പോകുമ്പോൾ ഈ 3 ടേംസ് ശ്രദ്ധിക്കണം. ലോക്കലൈസ്ഡ് ജിഞ്ചൈവൈറ്റിസ്, ജനറലൈസ്ഡ് ജിഞ്ചൈവൈറ്റിസ് ആൻഡ് ഡിഫ്യൂസ് ജിഞ്ചൈവൈറ്റിസ്. ലോക്കലൈസ്ഡ് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുമ്പം നമുക്ക് ക്ലിയർ ആണ്. ഇറ്റ് ഇസ് കൺഫൈൻഡ് ടു എൻ ഏരിയ, ടു ദ ജിഞ്ചൈവ ഓഫ് എ സിംഗിൾ ടൂത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടീത്ത്. 2 സെൻട്രൽ ഇൻസൈസേഴ്സിന് മാത്രമുള്ളതാണെങ്കിൽ ലോക്കലൈസ്ഡ് ജിഞ്ചൈവൈറ്റിസ് ഇൻ റിലേഷൻ ടു 1 and 2 എന്ന് നമുക്ക് പറയാം. ജനറലൈസ്ഡ് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് അഫക്ട് ദ എൻറ്റയർ മൗത്ത്. ഒരാളുടെ വായിൽ ഫുൾ ജിഞ്ചൈവൈറ്റിസ് ഉള്ളപ്പോഴാണ് നമ്മളതിനെ
ജനറലൈസ് ജിഞ്ചവൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഡിഫ്യൂസ് ജിഞ്ചവൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറലൈസ്ഡും ഡിഫ്യൂസും തമ്മിൽ കൺഫ്യൂസ് ആവരുത്. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ് അഫക്ട്സ് ഓൾ ദ 3 പാർട്സ് ഓഫ് ദ ജിഞ്ചൈവ, മാർജിനൽ ജിഞ്ചൈവ, അറ്റാച്ച് ജിഞ്ചൈവ ആൻഡ് ഇന്റർഡെന്റൽ പാപ്പില്ല. ഇതിനെ മൂന്നിനെയും അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഫ്യൂസ് ജിഞ്ചവൈറ്റിസ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ക്യാൻ ബി ജനറലൈസ്ഡ് മാർജിനൽ ജിഞ്ചവൈറ്റിസ്. ജനറലൈസ്ഡ് ആയിട്ട് മാർജിനൽ ജിഞ്ചൈവനെ മാത്രം അഫക്ട് ചെയ്യാൻ പറ്റും. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് അഫക്ട് ഓൾ ദ 3 പാർട്സ് ഓഫ് ദ ജിഞ്ചൈവ. ആദ്യത്തെ ക്ലിനിക്കൽ ഫീച്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ആണ്. ദ 2 ഏർലിയസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ജിഞ്ചൈവൽ ഇൻഫ്ലമേഷൻ എന്താ? ബ്ലീഡിംഗ് ഓൺ പ്രോബിങ്ങും ഇൻക്രീസ്ഡ് GCF പ്രൊഡക്ഷനുമാണ്. നമുക്ക് പടം കാണാൻ പറ്റും. നമ്മളൊരു ജെന്റിൽ പ്രോബിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലീഡിംഗ് ഫ്രം ദ ജിഞ്ചൈവ കാണാൻ പറ്റും. ഇഫ് യു വെയിറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. നമ്മൾ പ്രോബ് ചെയ്ത ഉടനെ ബ്ലീഡിംഗ് കണ്ടില്ല എന്ന് വിചാരിച്ച് ഇൻഫ്ലമേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി ഷുഡ് വെയിറ്റ് ഫോർ 1 or 2 seconds. അത് കഴിയുമ്പോൾ ബ്ലീഡിംഗ് അപ്പിയർ ചെയ്താൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ്. Why bleeding on probing is so important? It is important because it is an objective sign. ഇപ്പം എറിത്തീമ എന്നൊക്കെ പറയുന്നത് ഒരു സബ്ജക്റ്റീവ് സൈനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുവാണ് അയാളുടെ ജിഞ്ചൈവയ്ക്ക് ഒരു റെഡിഷ് കളർ ഉണ്ട്, വേറൊരാൾക്കത് കാണുമ്പോൾ അത് തോന്നണം എന്നില്ല. സോ ഇറ്റ് ഈസ് ഓരോ സബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഒരു പെർസെപ്ഷനെ അനുസരിച്ചിരിക്കും. ബട്ട് ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് സൈനാണ്. നമ്മൾക്ക് ഡൗട്ട് വരാവുന്ന ഒരു സൈനല്ല. ഇഫ് ഇറ്റ് ഇസ് ദെയർ, ഇറ്റ് ഇസ് ദെയർ. ജിഞ്ചൈവൽ BOP is not a good indicator of clinical attachment loss. But its absence is an excellent negative predictor of future attachment loss. Meaning to say, ജിഞ്ചൈവൽ ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ഉണ്ടെന്ന് വിചാരിച്ച് അയാൾക്ക് അറ്റാച്ച്മെൻറ്റ് ലോസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജിഞ്ചൈവൽ ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ഇല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ നെഗറ്റീവ് പ്രെഡിക്റ്റർ. ജിഞ്ചൈവൽ ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ഇല്ലെങ്കിൽ നമുക്ക് പറയാം അയാൾക്ക് അറ്റാച്ച്മെൻറ്റ് ലോസ് ഇല്ല, അയാൾക്ക് അറ്റാച്ച്മെൻറ്റ് ലോസ് വരാനുള്ള സാധ്യതയും ഇല്ല. ഇനി വാട്ട് ഹാപ്പൻസ് ടു ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ഇൻ സ്മോക്കേഴ്സ്? സ്മോക്കേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? വി നോ സ്മോക്കിങ്ങിൽ സപ്രഷൻ ഓഫ് ജിഞ്ചൈവൽ ഇൻഫ്ലമേഷൻ ആണ് സംഭവിക്കുന്നത്. സോ സ്മോക്കിംഗ് എക്സേർട്സ് എ സ്ട്രോങ് ക്രോണിക് ആൻഡ് ഡോസ് ഡിപ്പെൻഡൻറ്റ് സപ്രസീവ് ഇഫക്റ്റ് ആണ്. സ്ട്രോങ് ഇഫക്റ്റ് ആണ്, ക്രോണിക് ഇഫക്റ്റ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഡോസ് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ സ്മോക്കേഴ്സിന് ജിഞ്ചൈവൽ ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് കുറവായിരിക്കും. സോ വൈ ഈസ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്? നമ്മൾ ടൊബാക്കോ സെസേഷൻ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇഫ് ദ പേഷ്യൻസ് ക്വിറ്റ് സ്മോക്കിംഗ്, അത് കഴിയുമ്പോൾ അവർക്ക് ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദേ ഷുഡ് ബി ഇൻഫോംഡ് അഗെയിൻസ്റ്റ് ദിസ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ജിഞ്ചൈവൽ ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് എന്താ? ക്രോണിക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ജിഞ്ചൈവൈറ്റിസ് തന്നെയാണ്. ബട്ട് ദർ ആർ അതർ റീസൺസ് ഓൾസോ, ലൈക്ക് ലാസറേഷൻ, നമ്മൾ ടൂത്ത് ബ്രഷ് ട്രോമ കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാവാം. ബേൺസ് ഉണ്ടായിട്ടുള്ള ജിഞ്ചൈവയിൽ, ലൈക്ക് ഹോട്ട് ഫുഡ് കാരണം ബേൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബ്ലീഡ് ഫ്രം ദെയർ. ദെൻ മെഡിക്കേഷൻസ് ലൈക്ക് വാർഫറിൻ അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇതെല്ലാം ഇറ്റ് വിൽ പ്രിഡിസ്പോസ് ടു ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ്. കമ്മിങ് ടു സിസ്റ്റമിക് റീസൺസ്, it can be due to vascular abnormalities like vitamin C deficiency, allergies like henoch-schonlein purpura, പിന്നെ പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് ത്രോംബോസൈറ്റോപെനിക് പെർപ്യൂര, hypoprothrombinemia, prothrombin can occur in vitamin K deficiency. Then we know coagulation defects like hemophilia, leukemia, Christmas disease, ഇതിലൊക്കെ. ആൻഡ് അതർ സിസ്റ്റമിക് കണ്ടീഷൻസ് ലൈക്ക് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ നമുക്കറിയാം ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണം വാസ്കുലർ ചേഞ്ചസ് വരും, ബ്ലീഡിംഗ് ഉണ്ടാവും. ആൻഡ് ഡയബറ്റിസിലും നമ്മളുടെ കൊളാജൻ ഡീഗ്രഡേഷനും ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഡീഗ്രഡേഷൻ്റെയും കൂടെ തന്നെ വാസ്കുലർ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ഡിസ്പോസ് ടു ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ്. ഇനി നമ്മൾ പറഞ്ഞ സിസ്റ്റമിക് റീസൺസിനൊക്കെ ഒരു അണ്ടർലൈങ് കോസ് ഓഫ് ബ്ലീഡിംഗ് ഉണ്ട്. ഒന്നുകിൽ വെസൽസ് സ്ട്രോങ് അല്ല, വാസ്കുലർ പ്രോബ്ലം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യുന്നില്ല. ഈ റീസൺസ് കൊണ്ടാണ് ബ്ലീഡ് ചെയ്യുന്നത്. ഇൻഫ്ലമേഷനിൽ നമ്മൾ വാസ്കുലർ എൻഗോജ്മെൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് BOP ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. വാസ്കുലർ എൻഗോജ്മെൻറ്റ് ഉണ്ടായെന്ന് വിചാരിച്ച് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എന്തിനാണ്? സോ എങ്ങനെയാണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ആ ഫിഗർ നോക്കിയേ. നമ്മുടെ കാപ്പിലറീസ് ഇരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂലാണ്. കണക്റ്റീവ് ടിഷ്യൂലുള്ള കാപ്പിലറീസ് എൻഗോജ്ഡ് ആവും. അതുകൂടാതെ തന്നെ അവിടെ ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് ഉണ്ടാവും. ഈ ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് എന്ത് ചെയ്യും? ആ റെറ്റേപെക്സിനെ, എപ്പിത്തീലിയൽ റെറ്റേപെക്സ് കണക്റ്റീവ് ടിഷ്യൂലോട്ട് ഡിപ്പ് ചെയ്യുന്ന കാണുന്നില്ലേ? ദാറ്റ് ഇസ് ടു ഡിറൈവ് ബ്ലഡ് സപ്ലൈ ഫ്രം ദ കണക്റ്റീവ് ടിഷ്യൂ. ഈ റെറ്റേപെക്സിനെ ഈ ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് പുഷ് ചെയ്യും. വെൻ ഇറ്റ് ഇസ് പുഷ്ഡ് എന്ത് സംഭവിക്കും? ദേ വിൽ ബി കട്ട് ഓഫ് ഫ്രം ദെയർ ബ്ലഡ് സപ്ലൈ. അങ്ങനെ കട്ട് ഓഫ് ആകുമ്പോഴത്തേക്കും ഈ എപ്പിത്തീലിയം ഡീജനറേറ്റ് ചെയ്യും. എപ്പിത്തീലിയത്തിൽ അട്രോഫിയൊക്കെ സംഭവിക്കും. ആൻഡ് ദ എപ്പിത്തീലിയം ബിക്കംസ് ലെസ് പ്രൊട്ടക്റ്റീവ്. അതുകൊണ്ട് നമ്മൾ പ്രോബ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ പോയിട്ട് കണക്റ്റീവ് ടിഷ്യൂലുള്ള ബ്ലഡ് വെസൽസിനെ ആയിരിക്കും നമ്മൾ കുത്തുന്നത്. ദാറ്റ് ഇസ് വൈ ജിഞ്ചൈവൽ ബ്ലീഡിംഗ് ഓക്കേഴ്സ്. അതുപോലെ നമ്മൾ BOP ഉള്ള സൈറ്റ്സിനെ എടുത്തൊന്ന് നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ ഗ്രേറ്റർ ഏരിയ ഓഫ് ഇൻഫ്ലെയിംഡ് കണക്റ്റീവ് ടിഷ്യൂ. ആ ഏരിയയിൽ സെൽ റിച്ച് ആയിട്ടുള്ള, കൊളാജൻ പുവർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ്. ബ്ലീഡിംഗ് കഴിഞ്ഞ അടുത്ത ഫീച്ചർ കളർ ചേഞ്ച് ആണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ
വിൽ ഇൻറ്റൻസിഫൈ ദ റെഡ് ഓർ ബ്ലൂയിഷ് റെഡ് കളർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആസ് വി സെഡ് ഇറ്റ് ഇസ് ടു ദ വാസ്കുലർ പ്രൊലിഫറേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ ഓഫ് കെരാറ്റിനൈസേഷൻ. ഇനി നമ്മൾ സ്റ്റേജ് 3 പറഞ്ഞ പോലെ വീനസ് സ്റ്റേസസ് ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് ബ്ലൂയിഷ് ഹ്യൂ ഉണ്ടാകുന്നത് ജിഞ്ചൈവയ്ക്ക്. അതുപോലെ ഈ കളർ ചേഞ്ച് ഏത് സൈറ്റ് ഓഫ് ദ ജിഞ്ചൈവയിലാണ് എന്നുള്ളതനുസരിച്ച് നമുക്ക് ഡിസീസസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അനഗിൽ ദ ഇൻവോൾവ്മെൻറ്റ് വിൽ ബി മാർജിനൽ ജിഞ്ചൈവയിലാണ് കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. നമ്മൾ അനഗിൻ്റെ ഫീച്ചേഴ്സ് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇൻ്റർഡെൻ്റൽ പാപ്പിലയിൽ ക്രേറ്റർ ലൈക്ക് ഫോർമേഷൻസ് ഉണ്ടാവും ആൻഡ് ഇറ്റ് അഫക്ട്സ് ദ മാർജിനൽ ജിഞ്ചൈവ. ഹെർപെറ്റിക് ജിഞ്ചൈവ സ്റ്റൊമറ്റൈറ്റിസ് ആണെങ്കിലോ ഇറ്റ് വിൽ ബി ഡിഫ്യൂസ്. വാട്ട് ഇസ് ഡിഫ്യൂസ്? ഇൻവോൾവിങ് ഓൾ ദ 3 parts ഓഫ് ജിഞ്ചൈവ. എല്ലാ സ്ഥലത്തും കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് അക്യൂട്ട് റിയാക്ഷൻ ടു കെമിക്കൽ ഇറിറ്റേഷൻ. കെമിക്കൽ ഇറിറ്റേഷൻസ്, ആസ്പിരിൻ ബേൺ ഒക്കെ കാരണം ഉള്ള കളർ ചേഞ്ച് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പാച്ച് ലൈക്ക് ഓർ ഡിഫ്യൂസ്. അത് എവിടെയാണ് കോൺടാക്റ്റ് വന്നത് ആ ഏരിയയിൽ പാച്ചി ആയിട്ടായിരിക്കും വരുന്നത്. ഓർ ഇറ്റ് ക്യാൻ ഫുള്ളി ഇറിറ്റേറ്റ് ചെയ്യാം, ഡിഫ്യൂസ് ആയിട്ട് നമ്മുടെ ജിഞ്ചൈവനെ ഇറിറ്റേറ്റ് ചെയ്യാം. സിവിയർ അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ റെഡ് കളർ വിൽ ഗ്രാജുവലി ബിക്കം ഡൾ വൈറ്റിഷ് ഗ്രേ. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ടിഷ്യൂ നെക്രോസിസ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിമാർക്കേറ്റഡ് ഫ്രം ദ അഡ്ജസൻറ്റ് ജിഞ്ചൈവ ബൈ എ ഷാർപ്പ് ഡിഫൈൻഡ് എറിത്തീമാറ്റസ് സോൺ. അനഗിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സിവിയർ ഇൻഫ്ലമേഷനിലാണെങ്കിൽ റെഡ് കളർ ഡള്ളായിട്ട് വൈറ്റ് ഗ്രേ ആവും. ദിസ് ഇസ് ദ നെക്രോട്ടിക് ഏരിയ ആൻഡ് ഇറ്റ് ഇസ് ഡിമാർക്കേറ്റഡ് ഫ്രം ദ അഡ്ജസൻറ്റ് ജിഞ്ചൈവ ബൈ എ റെഡ് ലൈൻ. കമ്മിങ് ടു ജിഞ്ചൈവൽ ഡിസ്കളറേഷൻ ഡ്യൂ ടു മെറ്റാലിക് പിഗ്മെൻറ്റേഷൻ. Metals will produce black or bluish line in the gingiva and that follows the contour of the gingival margin. അതാണ് ഇതിൻ്റെ ടിപ്പിക്കൽ ഫീച്ചർ. ഡിസ്കളറേഷൻ കോസ്ഡ് ബൈ മെറ്റൽസ് വിൽ ഫോളോ ദ കോണ്ടൂർ ഓഫ് ദ മാർജിനൽ ജിഞ്ചൈവ. ആദ്യത്തെ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മാർജിനൽ ജിഞ്ചൈവയുടെ അതേ ഷേപ്പിലാണ് ബ്ലാക്ക് ഡിസ്കളറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് ഇസ് കോസ്ഡ് ബൈ മെറ്റൽസ് ലൈക്ക് ബിസ്മത്ത്, ആർസനിക്, മെർക്കുറി, ലെഡ് ആൻഡ് സിൽവർ. സിസ്റ്റമിക്കലി ഈ മെറ്റൽസിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു സിസ്റ്റമിക് ടോക്സിസിറ്റി ഒന്നുമല്ല ഉണ്ടാകുന്നത്. വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ ഇസ് ദ അബ്സോർബ്ഡ് മെറ്റൽസ് will form metallic sulfides and perivascular precipitation of these metallic sulfides ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂയിലോട്ട്. അതുകൊണ്ട് തന്നെ ലെസ് ഇൻഫ്ലെയിംഡ് ജിഞ്ചൈവയിൽ ദേ കോസ് ലെസ് പിഗ്മെൻറ്റേഷൻ. മോർ ഇൻഫ്ലെയിംഡ് ജിഞ്ചൈവയിലാണ് നമുക്ക് മോർ പിഗ്മെൻറ്റേഷൻ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഫിഗർ എന്താ? ഇറ്റ് ഇസ് അമാൽഗം ടാറ്റു. അത് നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് അമാൽഗം പാർട്ടിക്കിൾ എംബഡായിരിക്കുന്നത് അവിടെ മാത്രം നമുക്ക് ഡിസ്കളറേഷൻ കാണാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ഫോളോയിങ് ദ കോണ്ടൂർ ഓഫ് ദ ജിഞ്ചൈവൽ മാർജിൻ. ഇനി ഇൻഫ്ലെയിംഡ് ജിഞ്ചൈവ പോലെ തന്നെ irritated mucosa which is irritated by biting or abnormal chewing habits. നമ്മുടെ inner surface of the lips, cheeks at the level of the occlusal line, lateral border of the tongues, ഇവിടെയൊക്കെയും നമുക്ക് പിഗ്മെൻറ്റേഷൻ കാണാൻ പറ്റും. ഇനി സിസ്റ്റമിക്കലി മെലാനിൻ പിഗ്മെൻറ്റേഷൻ കൂടുതൽ കാണിക്കുന്ന 3 ലീഷൻസ് ആണ് ആരിസൺസ് ഡിസീസ്, പ്യൂട്സ്-ജെഗേഴ്സ് സിൻഡ്രോം ആൻഡ് ആൽബ്രൈറ്റ് സിൻഡ്രോം. പ്യൂട്സ്-ജെഗേഴ്സ് നമുക്കറിയാം, റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് ആൻഡ് മെലാനിൻ പിഗ്മെൻറ്റേഷൻ ഓഫ് ഓറൽ മ്യൂക്കോസ ആൻഡ് ലിപ്സ് ആണ് പ്യൂട്സ്-ജെഗേഴ്സ് സിൻഡ്രോം കോസ് ചെയ്യുന്നത്. ആൽബ്രൈറ്റ് സിൻഡ്രോം എന്താണ്? ഇറ്റ് ഇസ് പോളിഓസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലേസിയ. ആരിസൺസ് ഡിസീസ് പ്രൈമറി അഡ്രീനൽ ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ നമുക്ക് ആൽഡോസ്റ്റിറോൺ പോലത്തെ ഹോർമോൺസ് ഡെഫിഷ്യൻ്റ് ആണ്. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി our body will produce more of ACTH. ഈ ACTH മെലനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ആരിസൺസ് ഡിസീസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത്. ഇനി ജിഞ്ചൈവൽ ഡിസ്കളറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സോജനസ് ഫാക്ടേഴ്സിനെ പറ്റും, എൻഡോജനസ് ഫാക്ടേഴ്സിനെ പറ്റും. എക്സോജനസ് ഫാക്ടേഴ്സ് വിച്ച് മേക്ക് ഡിസ്കളറേഷൻ ഓഫ് ജിഞ്ചൈവ ആർ കോൾ ഡസ്റ്റ്, മെറ്റൽ ഡസ്റ്റ്, കളറിംഗ് ഏജൻറ്റ്സ് ഓഫ് ദ ഫുഡ്, ചില ലോസഞ്ചസ് ഉണ്ട്. പിന്നെ ആസ് വി നോ ടൊബാക്കോ ക്യാൻ കോസ് ഹൈപ്പർ കെരാട്ടോസിസ് ഓഫ് ജിഞ്ചൈവ ആൻഡ് ഇൻക്രീസ് ഇൻ ദ മെലാനിൻ പിഗ്മെൻറ്റേഷൻ. എൻഡോജനസ് ഓറൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്ന 3 പിഗ്മെൻറ്റ്സ് ആണ് മെലാനിൻ, ബിലിറൂബിൻ ആൻഡ് അയൺ. മെലാനിൻ നമുക്കറിയാം ബ്രൗണിഷ് ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ആണ്. ബിലിറൂബിൻ നമുക്ക് കോസ് ചെയ്യുന്നത് നമുക്കറിയാം യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസയാണ്. ഇനി അയണിൻ്റെ ഡെപ്പോസിഷനിൽ ഏത് കളറാണ് ഉണ്ടാകുന്നത്? ഡെപ്പോസിഷൻ ഓഫ് അയൺ ആസ് ഇൻ ഹീമോക്രോമറ്റോസിസ് കോസസ് ബ്ലൂ ഗ്രേ പിഗ്മെൻറ്റേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസ. മെലാനിനും ബിലിറൂബിനും നമുക്കറിയാം അയൺ ആണ് നമുക്ക് തെറ്റാൻ ചാൻസ്. ഇറ്റ് കോസസ് ബ്ലൂയിഷ് ഗ്രേ പിഗ്മെൻറ്റേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസ. ടു കൺസിസ്റ്റൻസി നമുക്കറിയാം നോർമൽ കൺസിസ്റ്റൻസി ഓഫ് ജിഞ്ചൈവ എന്ന് പറയുന്നത് ഫേം ആൻഡ് റെസിലിയൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഡിസീസ് കണ്ടീഷനിൽ എൻ്റെ കൺസിസ്റ്റൻസി മാറും. ഇൻ അട്രോഫിക് ജിഞ്ചൈവൈറ്റിസ് വാട്ട് ക്യാൻ വി സി? സ്മൂത്ത് സർഫസ് ടെക്സ്ചർ ആയിരിക്കും. എപ്പിത്തീലിയമൊക്കെ അട്രോഫിഡ് ആയതുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ടെക്സ്ചർ ആയിരിക്കും. ഇൻ ക്രോണിക് ഡീസ്ക്വാമേറ്റീവ് ജിഞ്ചൈവൈറ്റിസ് വി ക്യാൻ സി പീലിംഗ് ഓഫ് ദ സർഫസ് എപ്പിത്തീലിയത്തിൻ്റെ പീലിംഗ് ഉണ്ടാവും. ആൻഡ് ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലെതറി ടെക്സ്ചർ ഓഫ് ജിഞ്ചൈവ കാണുന്ന കണ്ടീഷൻ ഇസ് ഹൈപ്പർ കെരട്ടോസിസ്. ഡ്രഗ് ഇൻഡ്യൂസ് ജിഞ്ചൈവൽ ഓവർ ഗ്രോത്തിൽ ജിഞ്ചൈവ എങ്ങനെയായിരിക്കും? ഇറ്റ് പ്രസൻസ് എ നോഡുലാർ സർഫസ്.
ഇനി നമ്മുടെ ടൂത്ത് ബ്രഷിങ്ങിനും ജിഞ്ചൈവൽ മസാജിനും ഒക്കെ കൺസിസ്റ്റൻസി ഓഫ് ദി ജിഞ്ചൈവനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ദ കെരാറ്റിനൈസേഷൻ ഓഫ് ദി എപ്പിത്തീലിയം, എൻഹാൻസ് ദ കാപ്പിലറി സർക്കുലേഷൻ ആൻഡ് തിക്കൻ ദ ആൽവിയോലാർ ബോൺ. അങ്ങനെ കൺസിസ്റ്റൻസി ഓഫ് ദി ജിഞ്ചൈവയെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ടൂത്ത് ബ്രഷിങ്ങിനും ഗം മസാജിനും. കൺസിസ്റ്റൻസിയെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്റ്റിപ്ലിങ്ങിനെ പറ്റിയും കൂടി പറയണം. സ്റ്റിപ്ലിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഇസ് എൻ എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് protuberances of connective tissue into the epithelium. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പിത്തീലിയത്തിൽ ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് ഉണ്ടാകുമ്പോൾ ദാറ്റ് പുഷസ് ദ റെഡ് ടേപ്പെക്സ്, അങ്ങനെ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആവും ദീസ് പ്രൊജക്ഷൻസ്. സോ ദർ ഇസ് ലോസ് ഓഫ് സ്റ്റിപ്ലിംഗ് ഇൻ ഇൻഫ്ലമേഷൻ. പ്രസൻസ് ഓഫ് സ്റ്റിപ്ലിംഗ് ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ജിഞ്ചൈവൽ ഹെൽത്ത്. എവിടെയാണ് നോർമലി സ്റ്റിപ്ലിംഗ് കാണുന്നത്? ഇറ്റ് ഇസ് ഇൻ ദ മാർജിനൽ ജിഞ്ചൈവ ആൻഡ് മിഡ് ഇന്റർഡെന്റൽ പാപ്പില്ല, ആൻഡ് ഇൻ ജിഞ്ചൈവൈറ്റിസ് ദ സർഫസ് ഫീച്ചർ ഇസ് ലോസ്റ്റ്. ഇനി ഈ ഉണ്ടാകുന്ന ജിഞ്ചൈവൽ ചേഞ്ചസിൻ്റെ ഒക്കെ അണ്ടർലൈൻ മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇൻ ക്രോണിക് ജിഞ്ചൈവൈറ്റിസ് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കാണാൻ പറ്റുന്നത്? സോഗി പഫിനെസ്, സ്പിറ്റിംഗ് ഓൺ പ്രഷർ കാണിക്കുന്ന പഫിനെസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ സോഫ്റ്റ് ആൻഡ് ഫ്രൈബിൾ ജിഞ്ചൈവ ആയിരിക്കും വിച്ച് ഫ്രാഗ്മെന്റ്സ് ഓൺ എക്സ്പ്ലോറേഷൻ വിത്ത് എ പ്രോബ്, ആസ് വെൽ ആസ് റെഡ്നെസ് ആൻഡ് ഡീസ്കോമേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് സർഫസ് വിൽ ബി ഫേം ആൻഡ് ലെതറി. അപ്പോൾ ഈ സോഗി പഫിനെസ് വിച്ച് പിറ്റ്സ് ഓൺ പ്രഷർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഇസ് ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ബൈ ഫ്ലൂയിഡ് ആൻഡ് ഇൻഫ്ലമേറ്ററി സെൽസ്. ഫ്ലൂയിഡും ഇൻഫ്ലമേറ്ററി എക്സുഡേറ്റും കാരണം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇറ്റ് പ്രസൻസ് ആസ് എ പഫിനെസ് വിച്ച് പിറ്റ്സ് ഓൺ പ്രഷർ. ഇനി ഈ സോഫ്റ്റ്നെസ് ആൻഡ് ഫ്രൈബിലിറ്റി ഒക്കെ നമ്മൾ നേരത്തെ ബ്ലീഡിംഗ് ഓൺ പ്രോബിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞില്ലേ, സെയിം എക്സ്പ്ലനേഷൻ ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ നമുക്ക് ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻഫ്ലമേറ്ററി എക്സുറേറ്റ് ഒക്കെ ഉണ്ടാകുന്നത് കാരണം എപ്പിത്തീലിയൽ കണക്റ്റീവ് ടിഷ്യൂ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുന്നു. ഈ എൻകോജ് കണക്റ്റീവ് ടിഷ്യൂ എപ്പിത്തീലിയൽ സെൽസിൻ്റെ തിന്നിങ് ആൻഡ് ഡീജനറേഷൻ, അട്രോഫി ഒക്കെ ഉണ്ടാക്കുന്നു. ദെയർഫോർ ഇറ്റ് ലീഡ്സ് ടു സോഫ്റ്റ്നെസ്, ഫ്രൈബിലിറ്റി ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ ജിഞ്ചൈവ. ഇനി ഫേം ആൻഡ് ലെതറി കൺസിസ്റ്റൻസിയുടെ റീസൺ എന്താ? ബിക്കോസ് ദർ ഇസ് ഫൈബ്രോസിസ് ആൻഡ് എപ്പിത്തീലിയൽ പ്രൊലിഫറേഷൻ, ആൻഡ് ഇത് കാണുന്നത് ക്രോണിക് ഇൻഫ്ലമേഷനിൽ മാത്രമാണ്. ലോങ് സ്റ്റാൻഡിങ് കണ്ടീഷനിലാണ് ഈ ഫേം ആൻഡ് ലെതറി കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അക്യൂട്ട് ജിഞ്ചൈവൈറ്റിസിൽ കാണുന്ന 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പഫിനെസ് ആൻഡ് സോഫ്റ്റനിങ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ പിറ്റിംഗ് ഒന്നുമില്ല. ആൻഡ് ദർ ഇസ്, നമ്മൾ ആദ്യമേ പറഞ്ഞു, സിവിയർ അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ ദർ ഇസ് സ്ലഫിംഗ് വിത്ത് ഗ്രേയിഷ് ഫ്ലേക്ക് ലൈക്ക് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും ഓൺ ദ ജിഞ്ചൈവൽ സർഫസ്, ആൻഡ് ദർ ക്യാൻ ബി വെസിക്കിൾ ഫോർമേഷൻ ഓൾസോ. ആദ്യം നമ്മൾ പഫിനെസ് ആൻഡ് സോഫ്റ്റനിങ്ങിൻ്റെ റീസൺ എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ ഇസ് ഡിഫ്യൂസ് എഡീമ ഓഫ് ദ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ഒറിജിൻ, സംടൈംസ് ഫാറ്റി ഇൻഫിൽട്രേഷൻ, സാന്തമറ്റോസിസ് പോലത്തെ കണ്ടീഷൻസിൽ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഫാറ്റി ഇൻഫിൽട്രേഷൻ. ഇനി സ്ലഫിംഗ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആസ് വി നോ ഇറ്റ് ഇസ് ഡ്യൂ ടു നെക്രോസിസ് വിത്ത് സ്യൂഡോമെംബ്രെയിൻ ഫോർമേഷൻ. വെസിക്കിൾ ഫോർമേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദർ ഇസ് intercellular and intracellular edema and there is degeneration of the nucleus and cytoplasm. അങ്ങനെ സെൽ വോൾ റപ്ചർ ഉണ്ടാവുന്നു. ഇത് കാരണമാണ് വെസിക്കിൾസ് ഫോം ചെയ്യുന്നത്. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചേഞ്ചസ് ഇൻ കോണ്ടൂർ നോക്കാം. നോർമൽ കോണ്ടൂർ എന്താണ്? നൈഫ് എഡ്ജ് മാർജിൻസ് വിച്ച് ഫോളോ ആൻ ആർക്ക് വെയ്റ്റ് പാറ്റേൺ ആണ്. ആർക്ക് ലേക്ക് ആയിട്ടായിരിക്കണം ജിഞ്ചൈവൽ മാർജിൻ പോകേണ്ടത്. അപ്പോൾ അതിൽ ചേഞ്ചസ് ആയിട്ട് നമ്മൾ ക്ലാസിക്കലി പറയുന്ന 2 പ്രോബ്ലംസ് ആണ് സ്റ്റിൽമാൻ ക്ലെഫ്റ്റ്സ് ആൻഡ് മക്കോൾ ഫെസ്റ്റ്യൂൺസ്. ഇത് രണ്ടും ജിഞ്ചൈവൽ മാർജിൻ്റെ ഇൻറ്റൻറ്റേഷൻ ആണ്, ആർക്ക് വെയ്റ്റ് ഫോമിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. സ്റ്റിൽമാൻ ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ജിഞ്ചൈവൽ റിസഷൻ ദാറ്റ് ഇസ് നാരോ ആൻഡ് ട്രയാങ്കുലർ ഷേപ്ഡ്. നാരോ ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള റിസഷൻ ആയിരിക്കും സ്റ്റിൽമാൻ ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. മക്കോൾ ഫെസ്റ്റൂൺ എന്താ? മക്കോൾ ഫെസ്റ്റൂൺ ഇസ് റോൾഡ് ഔട്ട് ആൻഡ് തിക്കൻഡ് ബാൻഡ് ഓഫ് ജിഞ്ചൈവ. അത് ഒരു സ്പെസിഫിക് ഏരിയയിലാണ് കാണുന്നത്. ഇറ്റ് ഇസ് സീൻ അഡ്ജസൻറ്റ് ടു ദ കസ്പിറ്റ്സ് ആൻഡ് ഇറ്റ് അപ്രോച്ചസ് ദ മ്യൂക്കോ ജിഞ്ചൈവൽ ജംഗ്ഷൻ. റിസഷൻ മ്യൂക്കോ ജിഞ്ചൈവൽ ജംഗ്ഷൻ വരെയും പോയിട്ടുണ്ടാവും. ആൻഡ് വി ക്യാൻ സീ ദ മാർജിൻ ആസ് എ റോൾഡ് ആൻഡ് തിക്കൻഡ് ബാൻഡ്. ഇനിഷ്യലി ഈ സ്റ്റിൽമാൻസ് ക്ലെഫ്റ്റ്സും മക്കോൾ ഫെസ്റ്റൂണും TFO കാരണം ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് ഇസ് ഹാവിങ് നോ പ്രൂഫ്. ലാസ്റ്റ് ഫീച്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ ജിഞ്ചൈവൽ പൊസിഷൻ ആണ്. നോർമൽ പൊസിഷൻ ഓഫ് ജിഞ്ചൈവ എവിടെയാണ്? ദ മാർജിൻ ഓഫ് ദ ജിഞ്ചൈവ ഷുഡ് ബി 1 to 2 mm കൊറോണൽ ടു ദ സിമെന്റോ ഇനാമൽ ജംഗ്ഷൻ. ഇനി ചേഞ്ച് വരാവുന്നത് ഒന്നെങ്കിൽ കൊറോണലി അല്ലെങ്കിൽ അപ്പൈക്കലി. അപ്പോൾ ഫൈബ്രോട്ടിക് ആയിട്ടുള്ള എൻലാർജ്മെൻ്റ് ഒക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ജിഞ്ചൈവൽ മാർജിൻ വിൽ മൂവ് കൊറോണലി. യൂഷ്വലി ട്രോമാറ്റിക് ലീഷൻസ് ഒക്കെ കാരണം ഉണ്ടാകുന്നത് റിസഷൻ ആണ് ഓർ അപ്പൈക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ മാർജിനൽ ജിഞ്ചൈവയാണ്. ഈ കോണ്ടെക്സ്റ്റിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ആക്ച്വൽ പൊസിഷൻ ആൻഡ് അപ്പാരൻറ്റ് പൊസിഷൻ. ആക്ച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ജിഞ്ചൈവ ടു ടൂത്ത് എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കൊറോണൽ എൻഡ് ഓഫ് ദ ജംഗ്ഷണൽ എപ്പിത്തീലിയം എവിടെയാണ്. ഇനി അപ്പാരൻറ്റ് പൊസിഷൻ എന്താ? നമ്മൾ നോക്കുമ്പോൾ അപ്പാരൻ്റ്ലി ജിഞ്ചൈവ എവിടെയാണ്? ദ ലെവൽ ഓഫ് ദ ക്രസ്റ്റ് ഓഫ് ദ ജിഞ്ചൈവൽ മാർജിൻ. അപ്പോൾ നമുക്ക് ഫിഗറിൽ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പോൾ ജിഞ്ചൈവ എൻലാർജ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ
നമുക്ക് അപ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ആ എൻലാർജ്മെൻറ്റ് കാരണം ഉണ്ടായ പൊസിഷനാണ്. ശരിക്കും ആക്ച്വലി ദ ജിഞ്ചൈവ ഈസ് അറ്റാച്ചിങ് ടു ദ ടൂത്ത് അറ്റ് മച്ച് അപ്പൈക്കൽ പൊസിഷൻ, അല്ലെങ്കിൽ ആക്ച്വൽ അറ്റാച്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിസഷൻ ഉണ്ടാവും. അപ്പാരൻ്റ് പൊസിഷൻ നോക്കുമ്പോൾ അതിന് റിസഷൻ ഇല്ലാത്ത പോലെ തോന്നും. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ സ്റ്റേജസ് ഓർക്കണം. സ്റ്റേജ് 1, 2, 3, 4 ഇനിഷ്യൽ, ഏർലി, എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആണ്. ഇതിലൊരു കൺഫ്യൂഷൻ വരാറുള്ളത് സ്റ്റേജ് 3ഉം 4ഉം തമ്മിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണോ അഡ്വാൻസ്ഡ് ആണോ എന്നുള്ളത്. ഓർക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലേ അഡ്വാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 3 ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് 4 ഈസ് അഡ്വാൻസ്ഡ്. നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുകയോ മറ്റോ ചെയ്യുക. ആൻഡ് യു ക്യാൻ ആസ്ക് മീ എനി ടൈം. താങ്ക് യു.